നമസ്കാരം. 2025 നവംബർ 24 ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. സുഭാഷിതം ചാനൽ ചെയ്തിരുന്ന വീഡിയോ ആണ്. അതിൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഞാൻ വളരെ ആധികാരികമായൊരു വിവരം പറഞ്ഞിരുന്നു. തന്ത്രി അറസ്റ്റിൽ, രാജീവ് കണ്ഠരരു അറസ്റ്റിൽ എന്നായിരുന്നു ആ വീഡിയോ. നല്ല വൈറലായ വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നെ വിളിച്ചു, അങ്ങനെ പറയാൻ സമയമായോ? ഞാൻ പറഞ്ഞു സമയമായി, സമയം കഴിഞ്ഞു. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എസ് ഐ ടിക്ക് 2-3 സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമ്മർദ്ദം. ഒരുപക്ഷെ അത് സമ്മർദ്ദമാകാം, ഒരു സ്വാഭാവിക ചിന്തയുമാകാം. ആ ഉദ്യോഗസ്ഥർ, ഞാനാണ് ഉദ്യോഗസ്ഥനെങ്കിലും സ്വാഭാവികമായി ചിന്തിക്കും. കാരണം എന്തിനാണ് ഒരു വലിയ ഒരു ഭരണകൂടത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി എന്തിനാണ് എതിരാളിക്ക് ഇതിനകത്ത് വോട്ട് കൊണ്ട് കൊടുക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ എസ് ഐ ടി ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് 4 ഘട്ടങ്ങളായി ഇതിനെ തിരിക്കുകയായിരുന്നു. എസ് ഐ ടിയും വെറുതെ ഇരുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. 4 ഘട്ടങ്ങളായി തിരിച്ചു. 2 പ്രാവശ്യമാണ് കേരള ഹൈക്കോടതി എസ് ഐ ടിയെ കുറ്റം പറഞ്ഞത്. കുറ്റം പറയാനല്ല, എസ് ഐ ടിയിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയത്. ഒരു പ്രാവശ്യം പറഞ്ഞു, ഇത് എസ് ഐ ടി എന്താണ് ഉന്നതരെ പിടിക്കാത്തത്? പത്മകുമാറിൻ്റെ അവിടെ കിടന്ന് കറങ്ങുകയാണോ? നിങ്ങൾ എന്തുകൊണ്ട് ഉന്നതരെ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു. അതിനുശേഷം ജയറാമിനെ ചോദ്യം ചെയ്തു, തന്ത്രിയെ ചോദ്യം ചെയ്തു, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, നിരവധി ആളുകളെ ചോദ്യം ചെയ്തു. ഞങ്ങൾ ഇന്റർപോൾ വേണമെന്ന് കേരളത്തിൽ ആദ്യമായി പറഞ്ഞതും അത് ഞാൻ തന്നെയാണ്. ജനം ചാനലിൽ പറഞ്ഞു, മറുനാടൻ മലയാളിയിൽ പറഞ്ഞു, ABC-യിൽ പറഞ്ഞു, ഒത്തിരി ചാനലുകളിൽ പറഞ്ഞു, കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ചാനലിൽ പറഞ്ഞു, ന്യൂസ് ഹണ്ട്, ഞാൻ ഗസ്റ്റായി പോയിട്ടുള്ള എല്ലാ ചാനലുകളിലും ഞാൻ പറഞ്ഞു ഇന്റർപോൾ വരാതെ ഈ കഥ തീരില്ല എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിൻ്റെ തൊണ്ടി മുതൽ എടുക്കാൻ ഇന്ത്യയിൽ നിന്ന് എടുക്കാത്തിടത്തോളം കാലം, മദ്രാസിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഇതിൻ്റെ തൊണ്ടി മുതൽ കിട്ടാത്തിടത്തോളം കാലം ഇന്റർപോൾ ഇല്ലാതെ ഈ കഥ അവസാനിക്കില്ല. ഇന്റർപോൾ വേണമെങ്കിൽ CBI ഇതിനകത്ത് വന്നേ കഴിയൂ. ഇന്ന് മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. ED വന്നിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 ഇന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവർ ഇലമെന്ററി കേസ് ECIR ഇന്ന് കൊടുക്കും. ഇലമെന്ററി കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇന്ന് ഇലമെന്ററി കേസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അവർ രജിസ്റ്റർ ചെയ്യും. അവർക്ക് സകല ഈ എന്തെല്ലാം എസ് ഐ ടിയുടെ കയ്യിലുണ്ടോ എല്ലാ തെളിവുകളും എസ് ഐ ടി ഇതുവരെ നടത്തിയ എല്ലാ നടപടിക്രമങ്ങളും കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പ്രകാരം EDയുടെ കയ്യിൽ കിട്ടും. EDയിൽ നിന്ന് മറ്റൊന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം EDയിൽ കുഴപ്പക്കാരനായിട്ടുണ്ടായിരുന്ന, അതായത് പല കേസുകളും അന്വേഷിക്കുമ്പോൾ അതിലൊരു പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അയാളെ നിർബന്ധിതമായ പിരിച്ചുവിട്ടു. അദ്ദേഹത്തിനോട് നിർബന്ധിതമായി വിരമിച്ചു പോകാൻ പറഞ്ഞു. കമ്പൾസറിയായി റിട്ടയർമെന്റ് കൊടുത്തു, വോളണ്ടറി റിട്ടയർമെന്റ് പോലെ എടുത്തു പോകാൻ പറഞ്ഞു. അദ്ദേഹം പോയി. പുതിയ ഓഫീസർമാർ വരുന്നു. ED ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്ത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി രാജീവ് കണ്ഠരരുവിനെ അറസ്റ്റ് ചെയ്തത്. നവംബർ 24 കഴിഞ്ഞ് ഡിസംബർ 24-ഉം 30-ഉം കഴിഞ്ഞ് ഇന്ന് 9 ആവുന്നു. 30, 40, 45 ദിവസം എടുത്തു എന്നുള്ളതല്ലാതെ ഞങ്ങൾ പറഞ്ഞതാണ് 100% ശബരിമലയിൽ ശരിയായിരിക്കുന്നത്. എങ്ങനെയാണ് ശബരിമലയിൽ ഒരു പരികർമ്മിയായി വന്ന തന്ത്രി, മേൽശാന്തി, കീഴ്ശാന്തിമാർ, പരിചാരകരൊക്കെ കഴിഞ്ഞു വരുന്ന പരികർമ്മി എന്ന് പറയുന്ന കർമ്മി, പിന്നെ പരികർമ്മി, ലോവർ പോസ്റ്റിൽ, വളരെ ലോവർ പോസ്റ്റിലുള്ള ലോവർ തസ്തികയിലുള്ള ഒരു പരികർമ്മിക്ക് എങ്ങനെയാണ് ശബരിമലയിൽ ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായത്? ബാംഗ്ലൂരിലെ ശ്രീരാം ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ കഴിഞ്ഞത് എങ്ങനെ? അല്ലെങ്കിൽ കീഴ്ശാന്തി മേൽശാന്തി ആകാൻ കഴിഞ്ഞത് എങ്ങനെ? ഉണ്ണികൃഷ്ണൻ ഇതെല്ലാം ചെയ്തു കൊടുത്തത് തന്ത്രിയാണ്. 2018 മുതൽ തന്ത്രി ഇത് ചെയ്തിരുന്നു. അവിടെ നിന്ന് ഒരു പ്രാവശ്യം എന്തോ കുസൃതത്തരം കാണിച്ചതിന് വേണ്ടി, തെമ്മാടിത്തരം കാണിച്ചെന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ട ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും ഇത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ? വളരെ കൃത്യമായി തന്ത്രിയല്ലേയിരുന്നോ? അദ്ദേഹം കണ്ഠരരു എന്ന കൺസെപ്റ്റ് പോലും വ്യാജമാണെന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അതിനെതിരെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് സംവേദിച്ചിരുന്നു. ഞങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നു. കൂടുതൽ ആളുകൾ തന്ന വിവരങ്ങളും ഇദ്ദേഹത്തിന് എതിരായിരുന്നു. ഇദ്ദേഹം ബോംബെ എയർപോർട്ടിൽ ഒരു പാൻറ് വിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നു, ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ അതൊന്നും കൊടുത്തില്ല. ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രവർത്തികളെക്കുറിച്ച് വേറെ ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് പലരും അയച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തെ പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശബരിമലയിൽ പോകുന്ന ആള്, ശബരിമലയിൽ പോട്ടെ, ഏതൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആളും അവിടുത്തെ പോറ്റിയെ കാണുന്നതും ദൈവതുല്യനാണ്. പോറ്റിയെ തൊടില്ല. പോറ്റിയെ തൊട്ടാൽ പോറ്റി അവിടെ പോയി അഗ്നിശുദ്ധി വരുത്തി വീണ്ടും കുളിക്കും.
തിടപ്പള്ളിയിൽ ആർക്കും കയറാൻ കഴിയില്ല. ഏത് ക്ഷേത്രത്തിലും തിടപ്പള്ളിയിൽ ഭക്തർക്ക് കയറാൻ കഴിയില്ല. കാരണം തിടപ്പള്ളി അത്രയും പവിത്രമായി കരുതുന്ന സ്ഥലമാണ്. അതുപോലെ ശബരിമല പോറ്റിയെ തൊടാൻ നമുക്ക് കഴിയത്തില്ല. ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ആളാണ്. കാരണം അവിടെ ഈ ആളുകൾ അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടം തന്ത്രിയാണ്. തന്ത്രിയുടെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങാൻ, പൂജാതി സാധനങ്ങൾ വാങ്ങാൻ തന്ത്രിയുടെ അടുത്ത് പോകും. തന്ത്രി ഇത് കൊടുത്തു കഴിയുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കും. അവിടെ കിടന്ന് തൊഴുന്ന ആളുകളുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഈസ് ഈക്വൽ ടു തന്ത്രി എന്ന് വിശ്വസിക്കുന്ന കോടാനുകോടി ആളുകൾ ശബരിമലയിൽ വന്നു പോയിട്ടുണ്ട്. അവരുടെ ദൈവതുല്യനാണ് തന്ത്രി. ഇത് താഴമൻ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കണം തന്ത്രി എന്ന് പറയുകയും ആ മുതിർന്ന ആളെന്ന് പറയുന്ന തന്ത്രിയെ ആ കൺസെപ്റ്റ് മാറി സഹോദരങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കിന്റെ ഫലമായി, ഇതൊന്നും പറയാതിരുന്നാണ് നേരത്തെയുള്ള വീഡിയോയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, കുടുംബ വഴക്കിന്റെ ഫലമായി അവർ ടേൺ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ശബരിമലയിൽ അയ്യപ്പന്റെ കാര്യത്തിലുള്ള ടേൺ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു കാരണവശാലും അത് അനുവദനീയമായിരുന്നില്ല. രാജീവ് കണ്ഠരരു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന അംഗമാരാണോ ആളാണ് പറയേണ്ടത്. മാത്രമല്ല ഉപനയനം കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മറ്റൊരു പൂജ കൂടെ കഴിഞ്ഞാൽ 3 വർഷക്കാലം ചെങ്ങന്നൂർ താഴമൻ കുടുംബത്തിലെ അംഗങ്ങൾ കണ്ഠരരുകൾ കണ്ടം കൊണ്ട് ഇടണം. 3 വർഷക്കാലം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എന്നാണ് എനിക്ക് താഴമൻ കുടുംബവുമായി ബന്ധപ്പെട്ടവർ തന്നിരിക്കുന്ന വിവരം. അങ്ങനെ 3 വർഷം വളരെ കൃത്യമായിരുന്ന് വേദ മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരാളിന് മാത്രമേ ശബരിമലയിൽ തന്ത്രി പദവി കൊടുക്കാവൂ എന്നാണ് ഏറ്റവും മൂത്ത തന്ത്രിയായിരുന്ന താഴമൺ ഇല്ലത്തിലെ മൂത്ത തന്ത്രി പറഞ്ഞിരുന്നതെന്ന് ഇളമുറക്കാർ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കണ്ഠരരു ആരാണ്? അപ്പോൾ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്ത് കുറേ ആളുകൾക്ക് പട്ടം കൊടുത്തിരുന്നു. വേലായുധ പണിക്കർക്ക് പണിക്കർ പട്ടം കൊടുത്തതുപോലെ ഒരുപാട് ആളുകൾക്ക് പട്ടം കൊടുത്തിരുന്നു. അങ്ങനെ രാജാവിന് പൊന്നും പണവും കൊടുത്ത് 2 കണ്ഠരരു ആയവരുണ്ടെന്നാണ് പറയുന്നത്. കണ്ഠരരു എന്ന് പറഞ്ഞ് മേൽശാന്തിയുടെ പേരൊക്കെ ഇട്ടവരുണ്ട്. അതിൻ്റെ ഒരു മകൻ അദ്ദേഹം പൈസ കൊടുക്കാതെ കണ്ഠരരുവായി. പക്ഷെ ഇതെല്ലാം ഒരുപാട് വെള്ളം ചേർത്തു. ഇതിനകത്തൊക്കെ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ, ആത്മീയതയുടെ കാര്യത്തിൽ വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ കാലാനുസൃതമായി അത് പ്രളയത്തിൻ്റെ രൂപത്തിൽ, വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ, ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ, പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ രൂപത്തിൽ, വല്ലാത്ത രൂപത്തിൽ പ്രകൃതിക്ക് ഏൽക്കുന്ന മുറിവിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ദൈവം പ്രളയം വരുത്തുമോ? ഒരിക്കലുമില്ല. ദൈവം ഉരുൾപൊട്ടലുണ്ടാക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അപശകുനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഓരോ പ്രവർത്തിക്കും ഒരു പ്രതിപ്രവർത്തി ഉണ്ടാവില്ലേ? എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ പിന്നെ ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെ? ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് റിയാക്ഷനോട് കൂടിയാണ്. ഓരോ പ്രവർത്തനത്തിനും കർമ്മത്തിനും കർമ്മഫലത്തോടു കൂടിയാണ് ആ കർമ്മം പൂർത്തിയാകുന്നത്. കർമ്മത്തിൻ്റെ കൂടെ ഉള്ളതാണ് കർമ്മഫലം. സത്കർമ്മം ചെയ്താൽ സത്കർമ്മഫലം, ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മഫലം. അത് കൂടെ വരും. ശബരിമല ക്ഷേത്രത്തിൽ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് 2018 മുതൽ 1998 മുതൽ ഇത് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ 18 മുതലാണ് ഇതിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. അങ്ങനെ 98 മുതൽ 98 വിജയ് മല്യ സ്വർണം കൊടുത്ത അന്ന് മുതൽ ആ സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ട് അവിടുത്തെ ഓരോന്നായി അടിച്ചു മാറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ വലിയ സന്നാഹം, മന്ത്രിമാരുടെയും എല്ലാ സന്നാഹവും ഇനി അടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആരെയാണ്? കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. അത് അറസ്റ്റിലേക്ക് നീങ്ങുമോ? അതിൻ്റെ സംശയത്തിലേക്കുണ്ട്. കാരണം ED കൂടെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ SITയുടെ ഭാരം ഇരട്ടിക്കുകയാണ്. SIT വളരെ വേഗത്തിൽ ചടുലമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, കൃത്യമായ എന്തെങ്കിലും തെളിവോ സൂചനകളോ അപ്പുറത്ത് EDയുടെ കിട്ടിയാൽ അവർ കയറി അറസ്റ്റ് ചെയ്താൽ കാര്യം കലങ്ങും, വളരെ വലിയ പ്രശ്നമാകും. അതുപോലെ തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പിണറായി വിജയൻ്റെ മൊഴിയെടുക്കേണ്ടതുണ്ട്. സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിൻ്റെയും ആൻ്റണിയുടെയും മൊഴിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ജയറാമിൻ്റെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ദൈവതുല്യരായി കരുതുന്ന, അത് ആത്മീയ തലത്തിലുള്ള ദൈവതുല്യനായി കരുതിയ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ, രാഷ്ട്രീയ തലത്തിലെ ദൈവതുല്യരായി കരുതുന്നവരെയും സെലിബ്രിറ്റി മേഖലയിലെ ദൈവതുല്യരായി കരുതുന്നവരെയും എല്ലാ ദൈവതുല്യന്മാരും ശബരിമലയിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് എടുത്ത മുതൽ അയ്യൻ്റെ മുന്നിൽ വയ്ക്കുന്നത് വരെ, അതിനുശേഷം ജയിലിൽ പോയി ചെയ്ത തെറ്റിന് കുറ്റമേറ്റുവാങ്ങി ശിക്ഷ അനുഭവിക്കുന്നത് വരെ അയ്യപ്പൻ ഉറങ്ങില്ല.